മുതലാളി ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ അതായത് ഇപ്പോ എനിക്കറിയാം രമണന്റെ കല്യാണക്കാരിയല്ലേ അതെ. അത് നടക്കട്ടെ, എല്ലാം അതാതിന്റെ സമയത്ത് തന്നെ നടക്കണം. പക്ഷേ തറവാട്ടി പിറന്നൊരു പെണ്ണിനെ ഞാൻ ഇതിനകത്ത് കയറ്റു. അതും മാത്രല്ല, നല്ല സ്ത്രീധനവും വേണം. ഒരു വക്കീൽ എന്ന നിലയിൽ സ്ത്രീധന സമ്പ്രദായത്തോട് ഞാനെതിരാ. സ്ത്രീധനത്തിനോട് താൻ എതിരാണെന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം തന്റെ വീട്ടിൽ 10 പൈസ ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ മൂത്ത 2 ചേച്ചിമാരും താഴെയുള്ള അനീത്തിയും കെട്ടുപ്രായം കഴിഞ്ഞിട്ട് ഇപ്പോഴും നിൽക്കണേ. താൻ കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കാതെ ഒരാഴ്ചക്കുള്ളിൽ നല്ല തറവാട്ടി പിറന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുപോവാ. തന്റെ അനീത്തി വേണ്ടട്ടോ. ഞാനിതൊരു പ്രമാദമായ കൊലക്കേസ് മാതിരി ഏറ്റെടുത്തിരിക്കുന്നു. നീതിദേവത തുണയ്ക്കട്ടെ. പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഈ പറഞ്ഞ യോഗ്യതയൊക്കെ ഉണ്ടോ നിന്റെ കാമുകിക്ക്? ഉണ്ടെന്നേ. തറവാടൊന്നും ഒരു കുഴപ്പമില്ല. അച്ഛനും അമ്മയ്ക്കും ആണായിട്ടും പെണ്ണായിട്ടും ഒരൊറ്റ മോളാ. അതൊരു പ്ലസ് പോയിന്റാ. എന്താ അവിടെ തന്തയുടെ പേര്? തന്നായിരുന്നു. പേര് കേട്ടിട്ട് തറവാടിയാണെന്ന് തോന്നുന്നു. എന്താ തൊഴില്? ജൗളിക്കട. ഗൗളിക്കടയോ? ഗൗളിക്കടയല്ല, ജൗളിക്കട. അതായത് ടെക്സ്റ്റൈൽ ഷോപ്പ്. അത് കുഴപ്പമില്ലല്ലോ. എവിടാ അത്? നഗരത്തിന്റെ ഹൃദയ ഭാഗത്ത് തന്നെയാ. സഹായവല 15 രൂപയ്ക്ക് 3, വെറും 3 15 രൂപ മാത്രം. മടിച്ചു നിൽക്കണ്ട, അറച്ചു നിൽക്കണ്ട. കടന്നു വരൂ 12 എണ്ണം എടുത്താൽ 3 ചട്ടി ഫ്രീ. കടന്നു വരൂ 15 രൂപയ്ക്ക് 3 എണ്ണം. വെറും തയ്യക്കൂലി മാത്രമേ ആകുന്നുള്ളൂ. തുണിവില ഫ്രീ. എന്തിനാണ് സാർ ഇങ്ങോട്ട് ഇടിച്ചു കയറുന്നത്? സാറിന്റെ സൈസിലുള്ള ചട്ടി ലോകത്ത് ഒരു കടയിലും കിട്ടില്ല. പക്ഷെ എന്റെ കയ്യിൽ സുലഭം. സാർ ഇട്ട് നോക്കിയിട്ട് കാശ് തന്നാൽ മതി. ഒരിക്കലും ചപ്പിനെ ഊരാൻ തോന്നൂല സാറേ. ഇട്ടാലെന്തൊരു കുളിർമ. ചട്ടിയിട്ടുണ്ട് നന്മ ചെയ്യൂ സാറേ. എന്താ സാറേ കോലം നാട്ടിയെ വരെ വിളിച്ചു നോക്കുന്ന ചട്ടിയും പെണ്ണിട്ട് ശീലമില്ലെങ്കിൽ കച്ചവടത്തിന് മാർഗദർശനം സൃഷ്ടിക്കാതെ ഇറങ്ങിയില്ലേ സാറേ? കള്ളർഫുൾ ചട്ടി പെരിയൻ. പരമാനന്ദൻ നായരല്ലേ? പരമാനന്ദൻ നായര് തന്നെ. അല്ലാതെ ഇടപെടുന്ന മക്കള് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എന്താ? ജാതി കുഴപ്പമില്ല, ബാക്കിയൊക്കെ കുഴപ്പാ. എന്ത് കുഴപ്പം? താനെന്താ പിച്ചിമ്പേയും പറയുന്നേ? അല്ല, നിങ്ങളുടെ ജൗളിക്കട തപ്പി നടന്ന് കുഴപ്പത്തിലായി എന്ന് പറയായിരുന്നു. എന്തിനാ തപ്പി നടന്നത്? ചട്ടി വേണോ? ഹേയ്, ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരെണ്ണം വാങ്ങിച്ചതേ ഉള്ളൂ. ഇനി അടുത്ത ഓണത്തിന് മതി. നിങ്ങളുടെ മകൾ പൗർണമിക്ക് വിവാഹാലോചനയുമായി വന്നതാ ഞാൻ. ബ്രോക്കറാണല്ലേ? രാത്രി 8 മണിക്ക് ശേഷം നീ വീട്ടിലോട്ടോ കാര്യമായിട്ട് സംസാരിക്കാം. ജട്ടി വരെയും 12 എടുത്താൽ 3 ചട്ടി ഫ്രീ. എന്നെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങളുടെ അച്ഛൻ എന്നെ ബ്രോക്കറാക്കി. ഞാനത് സഹിച്ചു. ഇപ്പോഴെ ചെറ്റ നാറി ജട്ടിക്കച്ചവടക്കാരെ കൂടെ എന്നെ ബ്രോക്കറാക്കാന്ന് വെച്ചാൽ കേസ് പോകാന്നേ ഉള്ളൂ. ഞാൻ BL പാസ്സായ അഡ്വക്കറ്റാ. ആന മെലിഞ്ഞെന്ന് കരുതി തൊഴുത്തിൽ കെട്ടരുതേ. ഒരുപാട് മെലിഞ്ഞു കഴിഞ്ഞ തൊഴുത്തി കെട്ടുന്നല്ലേ വക്കീലെ നല്ലത്? വക്കീൽ ഇങ്ങോട്ട് വന്നേ. അറിയില്ലല്ലോ. വക്കീലെ ഒറ്റ നോട്ടത്തിൽ കണ്ട അതെല്ലാതാണെന്ന് തോന്നുന്നു. അത് ഞാനും സമ്മതിച്ചു. പക്ഷെ കല്യാണമെല്ലാമല്ല, നിയമതല്ല, ലാ ബ്രോക്കർ. എന്ത് ബ്രോക്കർ ആണെങ്കിലും ശരി, വക്കീൽ എങ്ങനെങ്കിലും കല്യാണം നടത്തി തരണം. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയാൻ പാടില്ലെന്നാ. അതൊരു ലോകതത്വമാ. അതാ നിങ്ങൾ തെറ്റിച്ചത്. 1000 കള്ളം പറഞ്ഞും ഒരു കല്യാണം നടത്താമെന്ന് വേറൊരു ലോകതത്വമുണ്ട്. അതാ വക്കീലെ ഞങ്ങൾ ഫോളോ ചെയ്തത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കല്യാണത്തിൽ കള്ളത്തരം കാണിക്കാൻ ഞാനില്ല. അതിനൊരു ദാരുണ രക്തസാക്ഷിയാണ് ഞാൻ. വക്കീലിന് എന്ത് പറ്റി? ഉള്ളത് പുറത്ത് കാണിക്കാതെ മൂടി വെച്ചാ എന്റെ കല്യാണം നടത്തിയത്. പക്ഷെ പിറ്റേ ദിവസം അവൾ ഡൈവോഴ്സ് നോട്ടീസുമായി കോടതിയിലെത്തി. കല്യാണത്തിന് ശേഷം വക്കീൽ മൂടി വെച്ചോണ്ടിരുന്ന? അല്ല, തുറന്നു കാണിച്ചു. അതല്ലേ കുഴപ്പമായത്. ആദ്യ രാത്രിയിൽ ഉഷ്ണം സഹിക്ക വയ്യാതെ ഞാൻ എന്റെ ഷർട്ടൊന്ന് അഴിച്ചു. അത്രയും നേരം വാതോരാതെ സംസാരിച്ചിരുന്നവൾ പിന്നെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. പിറ്റേന്ന് ഞാൻ കണിയേണ്ടത് വക്കീൽ നോട്ടീസാ. ദാമ്പത്യ ജീവിതത്തിൽ ശരീരത്തിന് ഇത്രയും സ്ഥാനമുണ്ടെന്ന് ഞാൻ അന്ന് ആ കുട്ടികളെ മനസ്സിലാക്കിയത്. വക്കീലിന്റെ ജീവിതം വഴിയാധാരമായെന്ന് വെച്ച് എന്റെ ജീവിതം അതുപോലെ ആവുമെന്ന് വക്കീൽ കരുതരുത്. ഒരു പെണ്ണ് വന്നാലേ അച്ഛനെ ഒതുക്കാൻ പറ്റുമെന്ന് വക്കീൽ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. എന്തൊക്കെ ആയാലും ഒരു ജട്ടിക്കച്ചവടക്കാരന്റെ മകളെ NTR നിന്നെ കൊണ്ട് കെട്ടിക്കും തോന്നുന്നുണ്ടോ? വക്കീലേ, പെണ്ണിന്റെ അച്ഛൻ പരമാനന്ദ നായർക്ക് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്. അതും പെണ്ണിന്റെ പേരിൽ തന്നെ, പൗർണമി ടെക്സ്റ്റൈൽസ്. അങ്ങനെ ഒരെണ്ണം ഞങ്ങൾ ടൗണിൽ കണ്ടു വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ പറയാന്ന് വെക്കാം. പക്ഷെ തറവാടോ നല്ല ആദ്യത്തുള്ള കുടുംബത്തിൽ നിന്ന് ബന്ധം വേണമെന്നാ NTRന്റെ ഡിമാൻഡ്. പരമാനന്ദ നേരെ ഒറ്റ നോടെ തന്നെ ആർക്കും തിരിച്ചറിയാം ചെറ്റയാണെന്ന്. ചെറ്റയുടെയും കുടിലിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പോകണ്ട. വീട് കാണാതെ ആരെയും കല്യാണം ഉറപ്പിക്കുവോ? മുതലാളി സാരഥി പോലെ മണ്ടനൊന്നുമല്ല. സിനിമാക്കാർക്ക് ഷൂട്ടിംഗ് കൊടുക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളുള്ള ആൾതാമസമില്ലാത്തൊരു വീട് ഇവിടെ കുറച്ച് ദൂരമുണ്ട്. അതാണ് പെണ്ണിന്റെ വീട്. ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, നമ്മളെ നിർബന്ധിച്ച പരമാനന്ദൻ നായർ സ്വന്തം വീട് വിട്ട് ഷൂട്ടിംഗ് വീട്ടിൽ വന്ന് താമസിക്കുമോ? താമസിക്കും. അട്ടേ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കും. നമുക്ക് നമ്മുടെ പഴയ വേഷം മതിയായിരുന്നു. എവിടുന്ന് കിട്ടിയടേ ഇത്? ഇതിട്ടിട്ട് ദേഹം ആസകലം ചൊറിയുന്നു. അത് ശീലമില്ലാത്തോണ്ടാ. ഇത് കണ്ട് പറിച്ച് മാറ്റിക്കളാ. ഇനിതാ ഇന്ത്യ കിങ്സ് വലിച്ചാ മതി.
പിന്നെ ഞാൻ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ടടാ കൊച്ചനെ. വലിയ മുതൽ മുടക്കില്ലാതെ എന്റെ മോളൊരു വലിയ വീട്ടിലേക്ക് പോകുന്നോണ്ടാ ഞാൻ ഈ വൃത്തികേടിലൊക്കെ കൂട്ടു നിൽക്കുന്നത്. അല്ലാതെ പരമാനന്ദൻ നായരെ ആരും വേഷം കെട്ടിക്കാൻ നോക്കണ്ട. അത് പിന്നെ എനിക്ക് അറിയത്തില്ല ചേട്ടാ. എനക്ക് എന്തോ അറിയാം അവിടെ. അല്ല, പലതും അറിയാം. എന്റെ കൂടെ ഈ കല്യാണത്തിന് ശേഷം ഈ കള്ളത്തരം പൊളിഞ്ഞ് അതിന്റെ പേരിൽ അവിടെ സ്റ്റൗ എങ്ങാനും പൊട്ടി തെറിച്ചേറാം. ഞാൻ ആളെ മകൻ തൊട്ടിയാണെന്ന് അറിയാവില്ല. മുഖത്ത് എഴുതി വെച്ചിരിക്കുന്ന എന്തിനാ വിളിച്ചു പറയുന്നത്? നീ എന്തോടാ പറഞ്ഞേ? അല്ല, സത്യത്തിന്റെ മുഖം വെളിച്ചമാണെന്ന് ഞാൻ പറയായിരുന്നു ചേട്ടത്തിയുടെ അച്ഛാ. നീ ആള് കൊള്ളാമല്ലോ. താങ്ക് യു. എനിക്ക് പേടിയാവുന്നു. വല്ല കുഴപ്പമാവോ? എന്തോന്ന് കുഴപ്പം? ഇതിലും വലിയ കള്ളം പറഞ്ഞാ നിന്റെ അച്ഛൻ എന്നെ കിട്ടിയത്. ഇതൊക്കെ സാധാരണ നടക്കുന്നതാ. കാണുന്നില്ലല്ലോടെ. ഇനി ആ വക്കീല് വളച്ച് വേറെ വല്ല പെണ്ണിനെയും കാണിച്ചോ? വേറെ കാണിക്കാനാണെങ്കിൽ ഈ പാടുപെടണോ ഭാവിയിലെ ചേട്ടത്തിയുടെ അച്ഛാ? അയ്യോ, നീ വരണ്ട്. ഞാൻ ഹോട്ടലിൽ ഒരു കൂട്ടുകാരനെ എടുത്തിട്ട് മുങ്ങിയതാ. ഞാനിവിടെയുള്ള കാര്യം മിണ്ടേക്കരുതേ. 10 പെറ്റവളോടാണോടെ കടിഞ്ഞു പേറിന്റെ കാര്യം പറയുന്നത്? ഞാൻ ഏറ്റെന്ന്. എന്നാ സുഖപ്രസവം ആശംസിക്കുന്നു. കൊളവാക്കല്ലേ? കൊള്ളാലോ. വക്കീല് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അല്ലേലും യഥാർത്ഥത്തിലുള്ള ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞാ മുതലാളി നടുങ്ങും. നമസ്കാരം. നമസ്കാരം. മരണം കാത്തുകാത്തിരുന്ന് ചന്തി ചായ തണുത്തു. എനിക്ക് ഉച്ചക്കത്തെ പ്ലെയിനിൽ കൽക്കട്ടയ്ക്ക് പോകാനുള്ളത്. അതെന്തിനാ? ജെട്ടിക്ക് അല്ല, ജൗളിക്ക് ഓർഡർ കൊടുക്കാനുള്ളതാ. കടന്നൂരു. അങ്ങനുണ്ട്. കുഴപ്പമില്ല. ഏത് സിനിമയുടെ ഷൂട്ടിംഗാ? കാണാൻ പോകുന്ന പൂരം. ആരൊക്കെയാ അഭിനയിക്കുന്ന? ഒരു തന്തയും 2 മക്കളും. സംവിധാനം ഇരട്ടകളാ. സാരഥി വക്കീൽ സിദ്ദിഖ്ലാൽ. അതവരുടെ ചേട്ടന്മാരാ. പരമാനന്ദൻ നായർക്ക് കൽക്കട്ടെ പോണ്ടതല്ലേ? സമയം കളയണ്ട. കുട്ടിയെ വിളിച്ചോളൂ. വിശാല അവിടെ ഇങ്ങോട്ട് അയക്കേ. മടിച്ചിരിക്കത് ആലോചിച്ചിരിക്കത്. കടന്നൂര് വേഗം തീരമായി. ഇയാൾക്ക് എന്താ വട്ടുണ്ടാ? ഞാൻ പറഞ്ഞില്ല മുതലാളി, പരമാനന്ദൻ ചേട്ടൻ ആളൊരു എന്താണ് ഒരു രഹസ്യ വർത്തമാനം? അല്ല, ചേട്ടൻ ഇങ്ങനെ ഒരുമാതിരി ഫുട്പാത്ത് കച്ചവടക്കാര് വിളിക്കും പോലെ മോളെ വിളിച്ചതുകൊണ്ടാ. അതെ, അവള് വലിയ നാണക്കാരിയാ. ആദ്യമായിട്ട് ഒരു ചെറുക്കന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുമല്ലയോ, ശങ്ക കാണും. അതിനൊരു ധൈര്യം കൊടുത്തതാ. ഞാൻ മറിച്ചു വല്ലതും തോന്നിയോ? എനിക്കൊന്നും തോന്നിയില്ല. മുതലാളിക്ക് വല്ലതും തോന്നിയോ? നിനക്ക് തോന്നിയ? അതെ, വന്നല്ലോ. കാണു. ഇനി കണ്ടില്ല എന്ന് പറയരുത് മോളെ. ചായ സ്ട്രാങ് തന്നെയാണല്ലോ. ഇതിൽ മായയില്ല, മന്ത്രമില്ല, മായ ജാലമില്ല. അരി കൊടുത്ത മോളെ. മോളകത്ത് വയ്ക്കോ. ഭയങ്കര നാണക്കാരിയാ. എന്റെ വൈഫ് ആണെങ്കിൽ ഓക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരെ? കുട്ടിയെ. ആണോ? രമണനോ? എനിക്ക് ഇഷ്ടപ്പെട്ട അവനും ഇഷ്ടപ്പെടും. ബാക്കി കാര്യങ്ങളൊക്കെ വക്കീല് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. സൂചിപ്പിച്ചു. ഞങ്ങൾക്കുള്ളതല്ല അവക്കുള്ളതാ. തുണിക്കടയും താമസിക്കുന്ന വീടും ഇപ്പോഴേ അവിടെ പേർക്ക് എഴുതി വെച്ച് കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് വായിക്കരിയിട്ട ശേഷമേ അവക്ക് സ്വന്തമായിട്ട് പെരുമാറാൻ പറ്റുക. അതിന് വലിയ താമസമില്ലല്ലോ. അല്ല, നന്നായിന്ന് പറയായിരുന്നു. പിന്നെ അവിടെ കഴുത്തിലും കാതിലും കുറച്ച് സ്വർണ്ണമുണ്ട്. അതുകൂടാതെ പണമോ പണ്ടമോ വേണമെന്ന് ഏത് എരപ്പാളി പറഞ്ഞാലും ഒരു പുല്ല് ഞാൻ കൊടുക്കൂല. 1-2 നല്ല തറവാട്ടിന്ന് ആലോചന വന്നപ്പോ പെണ്ണ് കാണാൻ പോലും ഞാൻ അവരെ വിളിച്ചില്ല. എന്തുകൊണ്ടാന്നറിയാവോ? സ്ത്രീധനം വേണമെന്നൊരു വാശി പിടിച്ചോണ്ടാ. അത് കുറ്റമല്ലയോ? എടോ പരമാനന്ദൻ നായര്. എടോ പരമാനന്ദൻ നായരെ, തന്റെ കയ്യിൽ നിന്ന് 1-2 ലക്ഷം രൂപ കിട്ടിയിട്ട് എനിക്ക് അവിടെ കഞ്ഞി വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്റെ മോന് സ്ത്രീധനായിട്ട് എന്ത് കിട്ടിയെന്ന് അവന്റെ കൂട്ടുകാർ ചോദിച്ചാ അവ ഊമയായിരിക്കാൻ പാടില്ലല്ലോ. അവൻ ഊമയായിരിക്കാൻ പാടില്ലല്ലോ എന്ന്. വീടും തുണിക്കട ഉണ്ടല്ലോ അച്ഛാ. മിണ്ടായിരിക്കടാ. കാരണന്മാര് സംസാരിക്കുന്നിടത്ത് നിനക്കെന്ത് കാര്യം? അല്ല മുതലാളി, അപ്പൊ നമുക്കിതങ്ങ് ഉറപ്പിക്കല്ലേ? ഉറപ്പിക്കല്ലേ? പിന്നെ അല്ലാതെ 1 തരം 2 തരം 3 തരം. ഈ കല്യാണം ഒന്ന് ഉറച്ചു കിട്ടിയല്ലോ. ഈ കല്യാണം ആകെ കള്ളത്തരത്തിന്റെ പുറത്താ. അതാ എന്റെ പേടി. എടീ ശവമേ, നമ്മൾ എന്ത് കള്ളത്തരം പറഞ്ഞെന്നാ? താമസിക്കുന്ന വീടും കട അവിടെ പേരിലാണെന്നല്ലേ പറഞ്ഞുള്ളൂ. അതുള്ളതല്ലേ? അതാ മാളികയാണെന്ന് പറഞ്ഞില്ലല്ലോ. കള്ളത്തരം മുഴുവൻ എഴുന്നള്ളിച്ചാൽ ഉണക്ക വക്കീലേ. ഞാൻ അങ്ങോട്ടാ കയറി ചെല്ലേണ്ടത്. അത് അച്ഛൻ മറക്കരുത്. നീ എന്റെ മോളല്ലേടി.
അല്ലേ ഉം. ആ നിന്റെ തന്റെ ഇടത്തിലും ബുദ്ധിയിലും എനിക്ക് വിശ്വാസമുണ്ട്. ചെന്ന് കയറുന്നതിന്റെ അന്ന് തന്നെ തന്തയും മോനെ മൂക്കൊണ്ട് ഇട്ടാ വരപ്പിക്കണം. അപ്പൊ പിന്നെ പിടി നമ്മുടെ കയ്യിലിരിക്കും. ഒരു പെണ്ണ് വിചാരിച്ച എന്താ നടക്കാത്തത്? ഉദാഹരണത്തിന് നിന്റെ തള്ള ജട്ടിയുമായിട്ട് എന്നെ റോഡിൽ ഇറക്കിയില്ലേ? നീ ധൈര്യമായിട്ടിരി മോളെ.